ഈ സെക്ഷനിൽ നമ്മൾ ഡെലിഗേഷൻ പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് നമ്മളുടെ കമ്പനിയിലുള്ള സെയിൽസ്, അക്കൗണ്ട്സ്, മാർക്കറ്റിംഗ് എന്ന OUs ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കമ്പനിയിൽ ഒരു 500 എംപ്ലോയീസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ എംപ്ലോയീൻ്റെ നെയിമും അഡ്മിനിസ്ട്രേറ്ററിന് അറിയാൻ സാധ്യതയില്ല. ഒരു എക്സാമ്പിളിന് ഈ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 150 എംപ്ലോയീസ് ഉണ്ട്. ഈ എംപ്ലോയീസ് എല്ലാവരുടെയും പേരും നമുക്ക് അറിയില്ല. ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ മെയിനായ വർക്ക് എന്തെന്ന് വെച്ചാൽ ആക്റ്റീവ് ഡയറക്ടറി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഡെയിലി നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നുണ്ടോ, നെറ്റ്വർക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം കാണാൻ പറ്റും. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ OUൽ ഒരു ബുക്കിൻ്റെ സിമ്പിൾ ഉണ്ട്. ഇങ്ങനെ ബുക്കിൻ്റെ സിമ്പിൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ OU എന്നാണ് പറയുക. മറ്റ് OUലൊക്കെ അങ്ങനത്തെ സിമ്പിൾ ഇല്ല. ഇങ്ങനെ സിമ്പിൾ ഇല്ലാത്തതൊക്കെ നമ്മൾ കണ്ടെയ്നർ യൂണിറ്റ് എന്ന് പറയും. ഈ കണ്ടെയ്നർ യൂണിറ്റിനും OUനും എന്താണ് വ്യത്യാസം എന്നുള്ളത് അറിയണം. ഓക്കെ, ഈ ഗ്രൂപ്പ് പോളിസി എഫക്റ്റ് ആവണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യണം. ഇമ്മീഡിയറ്റ് ആയിട്ട് എഫക്റ്റ് ആവാൻ റണ്ണിൽ ചെന്നിട്ട് GP update/force ഈ കമാൻഡ് നിങ്ങൾ എൻ്റർ ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്പ്യൂട്ടർ ഗ്രൂപ്പ് പോളിസിനെ ഒരിക്കൽ റീഡ് ചെയ്തിട്ട് വല്ല ആൾട്രേഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തളി. കോമിൽ bitnets.com പാണ്ടി എന്ന OUൻ്റെ അകത്ത് സെയിൽസ് എന്ന OU ഉണ്ട്. അതിന് എന്തൊക്കെയാണ് പെർമിഷൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ എൻ്റർ പ്രസ് ചെയ്യണം. എൻ്റർ പ്രസ് ചെയ്താൽ ആ OUന് എന്തൊക്കെയാണ് പവർ ആർക്കൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഡിസ്പ്ലേ ആവും. ഇവിടെ നോക്കിയാൽ പാണ്ടി സെയിൽസ് മാനേജറിന് ഗ്രൂപ്പിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ തന്നിട്ടുണ്ട്. താഴെ ചൈൽഡ് ഓബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ, പാണ്ടി സെയിൽസ് മാനേജറിന് യൂസറിന് ആക്സസ് ചെയ്യാനുള്ള പവർ, അതിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ എല്ലാം തന്നിട്ടുണ്ട്. ഈ ഡോക്യുമെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ കമാൻഡിൽ ഗ്രേറ്റർ ദൻ സിമ്പിൾ 2 പ്രാവശ്യം എൻ്റർ ചെയ്യുക. ഈ ഗ്രേറ്റർ ദൻ സിമ്പിൾ വന്നിട്ട് റീഡയറക്ടർ എന്ന് പറയും. ഈ റീഡയറക്ടർ എൻ്റർ ചെയ്തിട്ട് C:/sales permission.text ഈ കമാൻഡ് എന്താ പറയുന്നത് വെച്ചാൽ ഈ കമാൻഡിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കമാൻഡിൻ്റെ ഔട്ട്പുട്ടിന് C ഡ്രൈവിൽ സെയിൽസ് permission.text എന്ന ഫയലിലേക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എൻ്റർ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ഒന്നും വരില്ല. C ഡ്രൈവിന് നമ്മൾ ഓപ്പൺ ചെയ്യണം. C ഡ്രൈവ് ഓപ്പൺ ചെയ്താൽ സെയിൽസ് permission.text എന്നുണ്ടാവും. ഈ ഫയലാണ് നമ്മൾ ആ ഫോൾഡറിന് തന്നിട്ടുള്ള പെർമിഷൻ്റെ ഡീറ്റെയിൽസ്. സെയിൽസ് മാനേജറിന്